അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തി അല്ലേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഓണ ഷോപ്പിങ്ങിന് പോയാലോ? എവിടെയാണെന്നല്ലേ? ബാലരാമപുരം. കേരളത്തിലെ മോസ്റ്റ് ഫേമസ് ഷോപ്പിംഗ് സ്പോട്ടാണിത്, എസ്പെഷ്യലി ഫോർ ഹാൻഡ്ലൂം സാരീസ് ആൻഡ് ട്രഡീഷണൽ വെയർ. സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് പോണത് ഈ സ്ഥലത്തേക്ക്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയാണ് ഉണ്ടായത് കേട്ടോ. ഒരു 15-18 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ബാലരാമപുരത്തേക്ക് ട്രിവാൻഡ്രത്ത് എന്നുള്ളത്. ഇതാണ് വെടിവെച്ചാങ്കോവിൽ ടെമ്പിൾ. ഈ ക്ഷേത്രം പാസ് ചെയ്ത് പോകുമ്പോൾ ആളുകൾ കുറച്ച് പൈസ അവിടെ നേർച്ചയായിട്ട് ഇടാറുണ്ട്. കറക്റ്റ് ഐതിഹ്യം ഒന്നും അറിയില്ലെങ്കിലും അമ്മ പറയാറുള്ളത് യാത്രാ മധ്യേ നമുക്ക് മാർഗതടസ്സമൊന്നും ഇല്ലാതെ നമ്മുടെ യാത്ര അടിപൊളിയാവാൻ വേണ്ടിയിട്ടാണെന്നാണ്. അങ്ങനെ നമ്മൾ ബാലരാമപുരം എത്തി. ഒരു സ്ട്രീറ്റിന്റെ 2 സൈഡിലും ഫുൾ കടകളാണ്. ഏത് കടയിൽ കയറുന്നുള്ളത് മാത്രമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഉള്ള കൺഫ്യൂഷൻ. മാനുഫാക്ചറിങ് ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നല്ലൊരു കട കണ്ടുപിടിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ടാസ്ക്. ഓണായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഓരോ കടയിലും നല്ല ഓഫറുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വിലക്കുറവിൽ ഒറിജിനൽ കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഈ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എസ്പെഷ്യലി നിങ്ങൾക്കൊരു കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബൾക്കായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാർ പാർക്കിങ്ങിനും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസൊക്കെ ഈ സ്ട്രീറ്റിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് എല്ലാം ചെറിയ ചെറിയ കടകളാണല്ലോ എന്നാണ്. പക്ഷേ ഓരോ കടയുടെ അകത്ത് കയറുമ്പോഴാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിശാലമായ ഷോറൂം തന്നെ ഇവർക്കുണ്ട്. അതായത് ഇവരുടെ വീടും കടയൊക്കെ ചേർന്നാണ് ഇരിക്കുന്നത്. ഈ കാണുന്നത് ഈ സ്ട്രീറ്റിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ നമ്മുടെ കട എത്തി. ഒരുപാട് സ്ക്രീൻഷോട്ടുകളായിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഈ കടയിൽ കയറിയതോടുകൂടി എൻ്റെ കിളി പോയി. അകത്തേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എവിടെ നിന്ന് തുടങ്ങും, എന്തെടുക്കും, ഏതെടുക്കും എന്നൊന്നും അറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയൊരു അവസ്ഥയില്ലേ, അതായി. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെയാണ് ഈ ഒരു കടയുടെ കാര്യം. ഫ്രണ്ട് കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷെ അകത്തേക്ക് കയറും തോറും നീണ്ട് നിവർന്ന് വിശാലമായിട്ടാണ് കിടക്കുന്നത്. പല പ്രൈസ് റേഞ്ചിലുള്ള ഒരുപാട് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും സാധാ സാരികളും ഷർട്ട്, മുണ്ട്, കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഒരു വൻ ശേഖരം തന്നെയായിരുന്നു ഈ ഷോ. മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.